നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ വിശുദ്ധ ഗേഹമായ മസ്ജിദുൽ അഖ്സയിൽ അതിക്രമിച്ചു കയറി ഇസ്രായേൽ പ്രകോപനം തുടരുന്നു. 163 ഇസ്രായേലി കുടിയേറ്റക്കാർ മസ്ജിദിൽ അതിക്രമിച്ചു കടന്ന് ജൂത പ്രാർത്ഥന നടത്തി. സൈനികരുടെ പിന്തുണയിലായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം സംഭവങ്ങളുണ്ടായിരുന്നു. തൽസ്ഥിതി നിലനിർത്താനുള്ള അന്താരാഷ്ട്ര ധാരണ അനുസരിച്ച് മസ്ജിദുൽ അഖ്സയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് അനുമതിയുള്ളത്. നിലവിൽ ഫലസ്തീനി യുവാക്കളെ ഇസ്രായേൽ സൈന്യം മസ്ജിദിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. ഒക്ടോബർ 7 ഇസ്രായേൽ മിന്നലാക്രമണം നടത്തിയതിന് പ്രധാന കാരണങ്ങളിലൊന്നായി ഹമാസ് വിശദീകരിച്ചത് മസ്ജിദുൽ അഖ്സയിലെ അതിക്രമമാണ്. 1967 അൽ-ഖുദ്സ് ഭരണകൂടത്തിന്റെ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലും ജോർദാൻ ഗവൺമെന്റും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാർ പ്രകാരം വിശുദ്ധ കോമ്പൗണ്ടിൽ അമുസ്ലിം ആരാധന നിരോധിച്ചിരുന്നു. എന്നാൽ നിരോധനം ഒരു കവചം മാത്രമാണ്. പ്രവർത്തനത്തിന്റെ സാഹചര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിരും. അൽ അഖ്സ മസ്ജിദ് വളപ്പിലേക്കുള്ള കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റം അൽ ഖുദ്സിൽ നടക്കുമ്പോൾ ഭരണകൂടം അതിന്റെ രക്തരൂക്ഷിതമായ യുദ്ധം ഗാസ മുനമ്പിൽ തുടരുകയാണ്. ജൂതന്മാർക്ക് ഹർബൈറ്റ് അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ട് എന്നും മുസ്ലിങ്ങൾക്ക് അൽ ഹറം, അൽ ഷരീഫ് അല്ലെങ്കിൽ നോബിൾ സാങ്ച്വറി എന്നും അറിയപ്പെടുന്ന അൽ അഖ്സ പള്ളി ജെറുസലേമിലെ ഒരു പഴയ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള കുന്നിനു മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിലെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലമാണ് മുസ്ലിങ്ങൾക്ക് ഈ സ്ഥലം. ജൂതരും മുസ്ലിങ്ങളും ഒരുപോലെ പുണ്യഭൂമിയായി കരുതുന്നിടത്താണ് അൽ അഖ്സ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഡോം ഓഫ് ദി റോക്ക്, അൽ അഖ്സ പള്ളി അഥവാ ഖിബ്ലി മസ്ജിദ് എന്നീ രണ്ട് പുണ്യസ്ഥലങ്ങളും കൂടി ചേർന്നതാണ് അൽ അഖ്സ. ജൂതരുടെ പ്രാർത്ഥനാ കേന്ദ്രമായ പടിഞ്ഞാറൻ മതിലിനെ അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് ഈ കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. ജൂതരുടെ ഏറ്റവും പവിത്രമായ കേന്ദ്രം കൂടിയാണ് ടെമ്പിൾ മൗണ്ട്. സോളമൻ രാജാവ് 3000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചതായി ജൂതന്മാർ വിശ്വസിക്കുന്നു. എന്നാൽ AD 70 റോമാക്കാർ രണ്ടാമത്തെ ക്ഷേത്രം പണിതു. പിന്നീട് 1967 പശ്ചിമേഷ്യ യുദ്ധത്തിൽ ഇസ്രായേൽ ഈ പ്രദേശം പിടിച്ചെടുക്കുകയും കിഴക്കൻ ജെറുസലേമിന്റെ ബാക്കി ഭാഗങ്ങളും വെസ്റ്റ് ബാങ്കിന്റെ സമീപ പ്രദേശത്തുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മുസ്ലിം ക്രിസ്ത്യൻ പ്രദേശങ്ങളിലെ ഭരണാധികാരമുള്ള ജോർദാനാണ് ഈ സ്ഥലത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന വഖഫ് സ്ഥാപനത്തിലെ അംഗങ്ങളെ നിയമിക്കുന്നത്. പരമാധികാരത്തിന്റെയും മതത്തിന്റെയും പേരിൽ ഭീകരമായ ആക്രമണങ്ങൾ നടക്കുന്ന കേന്ദ്രമാണ് ജെറുസലേമിലെ അൽ അഖ്സ വളപ്പ്. മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും ഈ പ്രദേശം സന്ദർശിക്കാൻ കഴിയും. എന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ പള്ളി വളപ്പിൽ ആരാധന നടത്താൻ അനുവാദമുള്ളൂ. കുറച്ചു നാളുകളായി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജൂതന്മാർ ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നതും പരസ്യമായി പ്രാർത്ഥിക്കുന്നത് തുടരുന്നതും ഒപ്പം മുസ്ലിം വിശ്വാസികൾക്ക് ഇടയിലേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും കടുത്ത പ്രതിഷേധങ്ങൾക്കും ആക്രമണങ്ങൾക്കും കാരണമായി. ഇതേ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലുകൾ 2021 ഗാസയിലും ഇസ്രയേലും തമ്മിൽ 11 ദിവസത്തെ യുദ്ധത്തിന് കാരണമായിരുന്നു. അതിനിടെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി ഹമാസ് സംഘം ഉടൻ കെയ്റോയിലെത്തും. വെടിനിർത്തലുള്ള ഇസ്രായേൽ നിർദ്ദേശങ്ങൾ ഹമാസ് നേതൃത്വം പഠിച്ചു വരികയാണെന്നും വക്താവ് പറഞ്ഞു. ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി, ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കെമാൽ എന്നിവരുമായി ഹമാസ് മേധാവി ഇസ്മായിൽ ഹാനിയ ഫോണിൽ വിഷയം ചർച്ച ചെയ്തു. 2 ദിവസത്തിനകം ഹമാസ് സംഘം കെയ്റോ സന്ദർശിക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.